കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൂന്നാറിൽ ഡിവിഷൻ തല വനം അദാലത്ത് നടന്നു. 2018 മുതൽ 2026 വരെ തീർപ്പാകാതെ കിടന്ന 120 പരാതികളുടെ നഷ്ടപരിഹാര തുക 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകും. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം 20 ലക്ഷം രൂപയാക്കി ഉയർത്താൻ സർക്കാർ തലത്തിൽ ഇടപെടുമെന്ന് ദേവികുളം MLA F. രാജ അറിയിച്ചു. വനം അദാലത്തിൽ ആകെ 29 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 9 പരാതികൾ തീർപ്പാക്കിയവയിൽ 7 പരാതികളും കടുവയുടെ ആക്രമണത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. ശേഷിക്കുന്ന പരാതികളിൽ ഭൂരിഭാഗവും കൃഷിനാശവുമായി ബന്ധപ്പെട്ടവയാണ്. ഇവയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം 2018 മുതൽ 2026 വരെയുള്ള കാലയളവിൽ നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള 120 പരാതികൾ നിലവിലുണ്ടെന്നും ഇവയിലെ നഷ്ടപരിഹാര തുക 2 ആഴ്ചയ്ക്കുള്ളിൽ വിതരണം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൂന്നാറിൽ നടന്ന ഡിവിഷൻ തല വനം അദാലത്തിന്റെ ഉദ്ഘാടനം ദേവികുളം MLA F. രാജ നിർവഹിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം നിലവിലെ 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കി ഉയർത്താൻ സർക്കാർ തലത്തിൽ ഇടപെടുമെന്നും MLA വ്യക്തമാക്കി. മറയൂർ ചിന്നാർ റോഡിലെ വീതിക്കുറവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. എസ്റ്റേറ്റ് മേഖലയിൽ പുലിയടിച്ചിട്ട് അവർക്കുള്ള നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 ആഴ്ചയ്ക്കകം ഉടനെ തന്നെ അത് തീരുമാനമെടുത്ത് അവർക്കുള്ള പൈസ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ചിന്നാർ റോഡ് 2 സൈഡും കുഴിയായിട്ട് കിടക്കുവാണ്. അതിനുള്ള യോഗവും കൂടി ഉടനെ തന്നെ തീരുമാനിച്ച് അത് 2 സൈഡും കോൺക്രീറ്റ് ചെയ്തതാണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിനോദ് B, ദേവികുളം സബ് കളക്ടർ VM ആര്യ, മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സാജു വർഗീസ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ മൂന്നാർ.